സത്യേട്ടാ സത്യേട്ടാ എന്താ ഐസ്ക്രീം കഴിച്ചു നോക്കിയേ. എന്റെ ശീലേ, എനിക്ക് തണുത്തൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നിനക്ക് കൃത്യമായിട്ട് അറിയാലോ. എനിക്ക് ടോൺസിലൈറ്റിസ് ആണെന്നുള്ള കാര്യം നിനക്ക് അറിയാലോ. ഓ എന്റെ സത്യേട്ടാ, ഒരു തരി ഐസ്ക്രീം കഴിച്ചോണ്ട് ടോൺസിലൈറ്റിസ് വന്നവരൊന്നും ചത്തുപോയിട്ടില്ല. ഇത് തരി കഴിച്ചേ, അഥവാ അപ്പൊ നിങ്ങൾ ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ കെട്ടിക്കോളാം, അത്രയല്ലേ ഉള്ളൂ. എന്റെ ശീലേ, ഈ ടോൺസിലൈറ്റിസ് വന്നവരുടെ വിഷമം നിനക്ക് അറിയാത്തോണ്ടാ. പച്ച വെള്ളം ഇറക്കാൻ പറ്റില്ല, അറിയോ? അത്ര വേദനയാണ്. എനിക്ക് ഈ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്ക് അറിയാലോ. പിന്നെ എന്റെ മുമ്പിൽ നിന്ന് തിന്നല്ലേ, എന്നിട്ട് പോ. ഇനി എന്റെ മുമ്പിൽ എങ്ങാനും ഇതിരുന്ന് കഴിക്കണ കണ്ട 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 ഒന്നുമില്ല, ഞാൻ ജോലി ചെയ്യും. ശീലേ, ഞാൻ ഇറങ്ങാം. വല്ല വാങ്ങണം? വേണം വേണം വേണം, എനിക്ക് ഐസ്ക്രീം വേണം. വാനില വേണ്ട കേട്ടോ, സ്ട്രോബെറി മതി. അപ്പൊ നിനക്കൊരു സ്ട്രോബെറി, എനിക്കൊരു വാനില. ഓ ആക്കിടല്ലേ. ഷീല ആരൊക്കെ വന്നേന്ന് നോക്ക്. ആണോ? വാ വാ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. ഞാൻ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നു. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? കല്യാണ സദ്യ കഴിഞ്ഞിട്ടാ പറഞ്ഞെന്ന് അറിയാം, എന്നാലും ചായ കാപ്പിയോ? അയ്യോ, ഈ ചൂട്ടത്താ ചായയും കാപ്പിയും. എന്നാ വെള്ളം എടുക്കാം. വേണ്ട വേണ്ട വേണ്ട, അത് പറഞ്ഞപ്പോഴാ ഐസ്ക്രീം. ഐസ്ക്രീം? ഓ സ്ട്രോബെറി, ഞാൻ സത്യേട്ടനോട് പറഞ്ഞോളൂ സ്ട്രോബെറി വാങ്ങാൻ. ഞങ്ങൾക്ക് ഷീലയുടെ മനസ്സറിയാം, അതിന് സ്ട്രോബെറി വാങ്ങിച്ചത്. അപ്പൊ ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ. താങ്ക് യു. താങ്ക് യു. സത്യേട്ടനില്ലേ? അയ്യോ, സത്യേട്ടനെ കഴിക്കാൻ പാടില്ല. ആര് പറഞ്ഞേ? സത്യേട്ടൻ ടോൺസിലൈറ്റിസാ. അതൊന്നും സാരല്ലേ, സത്യേട്ടത് കഴിക്കി. എന്താ വരണേ നോക്കാലോ. അവള് നിന്നപ്പോ നിങ്ങക്ക് ഐസ്ക്രീം കഴിക്കാല്ലേ, അപ്പൊ നിങ്ങക്ക് ടോളൊക്കെ മാറി. പോട്ടിട്ട് ശരിക്കും ഷീലച്ചിരി കിളി പോയിട്ട് നിക്കണ നോക്കിയേ. അപ്പൊ സത്യം ഷീലയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? എന്ത് കാര്യം? ഷീലേച്ചി, സത്യേട്ടന്റെ ടോൺസിലൈറ്റിസ് ഒക്കെ മാറി. പറഞ്ഞോട് ചേട്ടാ. സത്യനെ ഞങ്ങൾ SBMന്റെ ടോൺസിലോട് കൊടുത്തു. ഈ ടോൺസിലോൾ എന്ന് പറയുന്ന ഒരു തരം ഓയിലാണ്. അത് 2 തുള്ളി ഇവിടെ പരത്തി കൊടുത്താൽ മതി. വേണമെങ്കിൽ മാത്രം ഉള്ളിലും പരത്തി കൊടുക്കാം. ഒരൊറ്റ യൂസ്. പിന്നെ 25 വർഷത്തേക്ക് ഈ സാധനം വരില്ല, ഗ്യാരണ്ടിയാണ്. നോക്കിയാ കണ്ട ആൾക്ക് വല്ല കുഴപ്പമുണ്ടോ നോക്കിയാ ഐസ്ക്രീം കഴിക്കാൻ. ഞാൻ വീണ്ടും തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കാൻ ഷീലയുടെ ജീവിതം പിന്നെയും ബാക്കി.